നമ്മളിവിടെ ഒരു സീരീസ് ആയിട്ട് നമ്മുടെ മിനി ഫ്ലവർ പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി കമൻറ്റ് വന്നാണ് നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ ലോങ് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലുബ്നാസ് ക്ലൗഡ്. ഇറ്റ്സ് മീ ലുബ്ന. അപ്പോൾ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലാവൻഡർ മിനി ഫ്ലവർ പോട്ടാണ്. ശരിക്കും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ ലാവൻഡർ. പല മെത്തേഡിൽ ഇത് ചെയ്യുന്നുണ്ട്. ഞാനൊരു അതിൽ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് അവിടെ കാണിച്ചു കേട്ടോ. ആദ്യം നമ്മൾ ഇതുപോലെ പൈപ്പ് ക്ലീനർ ചുറ്റിയെടുക്കുകയാണ്. എന്നിട്ട് 2 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൽ കാണിച്ച പോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ആ ഒരു സ്റ്റെമ്മിനായിട്ട് ഇതുപോലെ ഒരു മെറ്റൽ വയർ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചുറ്റാൻ വേണ്ടിയിട്ടും ഞാൻ ഇതുപോലെ മെറ്റൽ വയറാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിലേക്കുള്ള ലീഫും ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ ഫ്ലോറൽ ടേപ്പാണ്. ഇത് പല കളേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഡാർക്ക് ഗ്രീനിലാണ് ഇതിലുള്ള ഒരു മെറ്റൽ വയർ ചുറ്റി കൊടുത്തിട്ടുള്ളത്. അത് നമ്മളത് ചുറ്റുമ്പം തന്നെ അതിലങ്ങ് സ്റ്റിക്ക് ആയിക്കോളൂ കേട്ടോ. ആ ഒരു എന്താ പറയുക, ഗ്ലൂ ടൈപ്പ് പോണാണ് ആ ഒരു ഫ്ലോറൽ ടേപ്പ് വരിക, ഇൻ കേസ് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പം അതിൻ്റെ ലീഫും കൂടെ അതുപോലെ ചെയ്തെടുത്ത് പിന്നെ എനിക്ക് തോന്നി അതിലേക്ക് കുറച്ച് നമ്മൾ ലാവൻഡർ എന്ന് പറയുമ്പം കുറച്ചും കൂടെ ആ ഒരു ബ്ലൂയിഷ് അങ്ങനത്തെ ഒക്കെ ഒരു കളേഴ്സ് വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പേർപ്പിളിൽ ആ ഒരു ഇതും കൂടെ ബ്ലൂ കളറും കൂടെ ജസ്റ്റ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് കറക്റ്റ് ഒരു ലാവൻഡറിൻ്റെ ഒരു ഫീല് കിട്ടിയത്. ഇനി ലാസ്റ്റ് നമ്മൾ പോട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ സിംഗിളായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മുകളിൽ കാർഡിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പോകുന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് പോട്ടിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ പേപ്പർ കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങളടുത്ത് എന്തെങ്കിലും വേസ്റ്റ് ബോട്ടിൽസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി. പേപ്പർ കപ്പ് തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഫുള്ളായിട്ട് ഞാനിതാ ഇതുപോലെ ഫുള്ള് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ വൈറ്റ് പോട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഞാനിവിടെ ലാവൻഡറിൻ്റെ കളർ പിഗ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിപ്പം റെസിനും ഒക്കെ നമ്മൾ ഇതുപോലെ കളർ പിഗ്മെൻറ്റ്സ് വാങ്ങിക്കലുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി അങ്ങനത്തെ കളർ പിഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഓൾറെഡി ഞാൻ അങ്ങനെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് കൂടുതൽ ചെയ്യുന്ന ആളായതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് യൂസ് ചെയ്തു. പിന്നെ ചിലപ്പോൾ ഞാൻ ഐ ഷാഡോസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ, അതിലുള്ള കളേഴ്സൊക്കെ വരുന്നത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നോർമൽ അങ്ങനത്തെ ഈ മാർക്കേഴ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ചില ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ പൈപ്പ് ക്ലീനറിൻ്റെ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ കളേഴ്സും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ പറഞ്ഞു വന്നതാ ഞാനിതാ ക്യൂട്ടായിട്ട് കുറച്ച് കണ്ണും മൂക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ണിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് പേഴ്സാണ് കേട്ടോ. അപ്പം പിന്നെ ഒരു റെഡ് പൈപ്പ് ക്ലീനർ വെച്ചിട്ടാണ് ലിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഇതുപോലെ നമ്മൾ ഫുള്ള് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി ഓരോ ലാവൻഡറും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സംഭവം എങ്ങനെ ക്യൂട്ടായിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയാണ്, അതൊരു നോട്ട് ദി പോയിൻറ്റ്. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഗിവ് അവേ പെട്ടെന്ന് തന്നെ നമ്മളിടാം. ഇനി നമ്മൾ തുലിപ്പ് ഫ്ലവറിൻ്റെ ഒരു മിനി പോട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ തുലിപ്പ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പല ഷോർട്സിനും കമൻസ് വരുന്നതുണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഈ ഉച്ചാരണത്തിനെ പറ്റിയിട്ട് പല കമൻസ് വരാറുണ്ട്. ഞാനൊരു നാട്ടിൻ പ്രദേശത്തുള്ള ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഞാൻ സംസാരിക്കുന്ന രീതിൻ്റെ പല പ്രശ്നങ്ങളും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ നോർമലി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഇതിൽ അങ്ങോട്ട് സംസാരിക്കുന്നതാണ്. അത് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാനൊന്നും പോകാറില്ല കേട്ടോ. ഞാൻ അങ്ങനെ അങ്ങ് അപ്ലോഡ് ചെയ്യാറാണുള്ളത്. പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ചത് പറയുന്നതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഒരു സംഭവം പിന്നെ ഇടുന്ന സമയത്ത് ഞാനത് ശ്രദ്ധിച്ച് തന്നെ ആ ഒരു ഉച്ചാരണം കറക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇടാറുള്ളത്. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സെയിം സംഭവം കുറേ ആൾക്കാർ പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ കോളേജിൽ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ പുറത്ത് കുറേ വേറെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അവരുടെ സ്ലാങ്ങും നമ്മളെ സ്ലാങ്ങും ഭാഷകളൊക്കെ ആയിട്ട് നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ ആ ഒരു രീതിയിൽ. പിന്നെ പക്ഷേ സ്കൂളിലൊന്നും ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിൽ തന്നെയുള്ള സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ളവർ തന്നെയായിരുന്നു കൂടുതലും അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു സ്കൂൾ നോക്കുമ്പോൾ 1-2 ആൾക്കാരുണ്ടായിരിക്കും പുറത്തുള്ളവർ. ബാക്കി മെജോറിറ്റിയും ആ നാട്ടിലുള്ളവരായതുകൊണ്ട് ആ ഒരു ഭാഷയിലുള്ള പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഈ പെട്ടെന്ന് എന്താ പറയുക അങ്ങനെയൊന്നും ശ്രദ്ധിക്കാതെ എഡിറ്റഡ് ആയിട്ട് ഞാൻ എന്താണോ പറയുന്നത് ആ ഒരു രീതിയിൽ പറഞ്ഞങ്ങ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു വോയിസിലും ആ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ഇതാക്കാൻ പോവാറില്ല. ആദ്യമൊക്കെ ഞാൻ അതൊക്കെ ഇങ്ങനെ പ്രത്യേകമായിട്ട് അങ്ങനെ ശ്രദ്ധിക്കായിരുന്നു കേട്ടോ. പക്ഷേ നമ്മളെങ്ങനെയാണോ
പറയുന്ന ആ ഒരു രീതിയിൽ തന്നെ നിൽക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പ്രത്യേകമായിട്ട് അങ്ങനെ അഭിനയിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ഞാൻ ആ ഒരു രീതിയിൽ അങ്ങ് പറയുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഇവിടെ ഞാൻ പൈപ്പ് ക്ലീനർ 2 പൈപ്പ് ക്ലീനർ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ചെറിയ പെറ്റൽസ് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ. കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള പെറ്റൽസ് ആണ്. മുമ്പ് ഞാൻ വേറൊരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ, പക്ഷേ അതിലും കൂടെ കുറച്ചും കൂടി ഈസി എനിക്ക് ഈ ഒരു മെത്തേഡാണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഇതിൽ കളർ പിഗ്മെൻറ്റ്സ് വെച്ചിട്ട് കളറൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി ഇതാ നമ്മൾ പെറ്റൽസ് ഇതുപോലെ ചെയ്തെടുക്കുകയാണ്. ആ ഒരു തുലിപ്പിൻ്റെ പെറ്റൽസ് കണ്ട ആ ഒരു ഷേപ്പിലാക്കി എടുത്താൽ മതി. നിങ്ങളിപ്പോൾ ഏത് മെത്തേഡ് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഏതാണോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ആ ഒരു മെത്തേഡ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഷേപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് അതിൻ്റെ നാച്ചുറൽ ഷേപ്പിലേക്ക് ആക്കി കൊടുത്താൽ മതി കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നത് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കുട്ടി തുലിപ്പും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വേറൊരു മെത്തേഡ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ അതിലേക്ക് സ്റ്റെമ്മും അതുപോലെ ലീഫും ഒക്കെ ചെയ്തെടുത്തു. അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട്. ഫൈനലി എല്ലാം കൂടെ ഇതുപോലെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മിനി പോട്ടിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ ആയിട്ടുള്ള മിനി പോട്ടാണ് കേട്ടോ. അപ്പം അതിൽ തന്നെ നമ്മളിതാ പൈപ്പ് ക്ലീനർ വെച്ചിട്ട് തന്നെയാണ് ഇതിങ്ങനെ ടൈ ചെയ്തിട്ട് അതിലേ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതാ കണ്ണും ഇവിടെ ഇപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഗൂഗിളി ഐ ആണ് കേട്ടോ. അപ്പം അതും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ലിപ്പൊക്കെ വെച്ച് കൊടുത്തു. സംഭവം കളറാക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള മിനി പോട്ടിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾ മുൻപോട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം താങ്ക് യു.